ഹായ്, ഇന്ന് ഓല യൂസേഴ്സിനൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. OS 3 അപ്ഡേറ്റ് ഇന്നലെ രാത്രി തൊട്ട് ഓരോ ബാച്ച് എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കും ഇന്നലെ രാത്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തവർക്ക് തന്നെ അടുത്ത് തന്നെ അപ്ഡേറ്റ് വരുന്നതാണ്. അപ്പോൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ പുതിയ ഫീച്ചേഴ്സ്, എന്താ അപ്ഡേറ്റിലുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യണം എങ്ങനെ, അപ്ഡേറ്റിൽ എന്താ പുതിയ ഫീച്ചേഴ്സ് വന്നേക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്യട്ടെ. വണ്ടി അൺലോക്ക് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ എന്താ സംഭവം കാണിക്കുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം നമുക്ക്. ബാ, അപ്പോൾ ഇതേ വണ്ടി ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ അപ്ഡേറ്റ് വന്നിറക്കണമെങ്കിൽ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക്. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ സെറ്റിങ്സിൽ പോവാം. അധികം അടുത്തേക്ക് കുടിക്കുന്ന കേട്ടോ. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് താഴത്ത് സിസ്റ്റം അപ്ഡേറ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓൾറെഡി eSIM ഉള്ളതുകൊണ്ട് eSIM വഴി തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്ത് നമുക്ക് ചെയ്യാമെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ഒരു അൺഇൻറ്ററപ്റ്റഡ് ആക്സസ് ടു ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ വേണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതിന് മുമ്പായിട്ട് എന്താണ് ഇതിനകത്ത് പുതിയതായിട്ട് വന്നേക്കുന്നത്, വാട്ട്സ് ന്യൂ നോക്കാം. ആദ്യം തന്നെ ഉള്ളത് കാണിച്ചു കൊടുക്കുക. ആദ്യം തന്നെ മൂഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ വാച്ചിൻ്റെ ഡയലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമല്ലേ, പല ഡയൽ പല മോഡൽ, ആ രീതിയിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അതെന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് വന്നാലാണ് എന്തൊക്കെ അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നുള്ളത് നമ്മളെല്ലാവരും S1 Pro അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഓടിച്ചവർക്ക് അറിയാൻ പറ്റും. ചില വണ്ടികൾക്ക് ബീറ്റ വെർഷനിൽ വന്നേക്കുന്നവർക്ക് കിട്ടിയ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പ്രോക്സിമിറ്റി ലോക്ക് ആൻഡ് അൺലോക്ക്. അതായത് നമ്മുടെ ആപ്പുള്ള മൊബൈൽ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അൺലോക്ക് ആവും, ആപ്പ് മാറാൻ നേരത്തെ അത് ലോക്കാവും. അതും എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. പിന്നുള്ളൊരു ഓപ്ഷനാണ് കോള് അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും പറ്റുന്നത്. നമുക്ക് സ്പീക്കറുണ്ട്, ഇതുവഴി തന്നെ സംസാരിക്കാനും കാര്യങ്ങളും പറ്റും. അതും നമുക്ക് ചെയ്തിട്ട് നോക്കാം. പിന്നുള്ളത് ഹൈപ്പർ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ. ഹൈപ്പർ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ചാർജിങ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ പടയെന്ന് പറഞ്ഞ് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതും എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നുള്ളതാണ് പാർട്ടി മോഡ്. നിങ്ങൾ S1 എയറിൻ്റെ ഒക്കെ ഒരു അവരുടെ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമുക്ക് പാട്ടിനൊത്ത് ഇതിൻ്റെ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യലും നല്ല അടിപൊളിയൊരു സെറ്റപ്പ്. അതും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. പിന്നെ വെക്കേഷൻ മോഡ് വന്നേക്കുന്നത് നമ്മളിപ്പോൾ വണ്ടി യൂസ് ചെയ്യുന്നില്ല, എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും പോകുകയാണ്, ഒരു കുറച്ച് നാൾ നമ്മൾ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ 200 ദിവസം വരെയും ഈ ബാറ്ററി നമുക്ക് റിസർവ് ചെയ്ത് ഓഫ് ചെയ്ത് വയ്ക്കാം. ആ ഒരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് നമുക്ക് സ്കൂട്ടർ ഡോക്യുമെൻ്റ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതും നല്ലൊരു ഫീച്ചറാണ്. നമുക്കിപ്പോൾ കൈക്കൊണ്ട് നടക്കേണ്ട കാര്യം, ലൈസൻസ് ആയാലും വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ആയാലും നമുക്ക് ഇതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് അഡ്വാൻസ് റീജൻ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഡ്രൈവിംഗ് ബിഹേവിയർ അനുസരിച്ച് സെറ്റിങ്സ് മാറ്റാനുള്ള ഓപ്ഷനാണ്. അതെന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്താണ്. പിന്നെ അവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇത്രയാണ് നമുക്ക് അപ്ഡേറ്റിൽ വന്നത്. അപ്പോൾ ഇനി അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിലവിൽ ഈ സ്കൂട്ടറിന് കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ ഓലയ്ക്കും ഇപ്പോൾ നിലവിലുള്ളതാണ്. OS 2 ആ 2.0-ലുള്ളൊരു പ്രശ്നങ്ങളൊക്കെയാണ്. അതായത് വണ്ടി നമ്മൾ ബൂട്ട് ഓപ്പൺ ടൈമിലാണെങ്കിൽ ജസ്റ്റ് ലോക്കായി പോകുന്ന ടൈമിൽ ബൂട്ട് അടച്ചു കഴിഞ്ഞാൽ അതിന് ഇത് ആഡാവില്ല. അതിനകത്ത് നമ്മൾ വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ബൂട്ട് ഓപ്പൺ ആയിട്ട് തന്നെ കാണിക്കുള്ളൂ. അങ്ങനെ കുറച്ച് ബഗ്ഗുകളും കാര്യങ്ങളുണ്ട്. പിന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പാർക്കിംഗ് മോഡിൽ നിന്ന് മാറാതെ തന്നെ വിഷയം, അതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. അങ്ങനെ കുറേ ബഗ്ഗുകളൊക്കെ ഉണ്ടെന്ന് അവർ തന്നെ സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ അപ്ഡേറ്റിൽ അതൊക്കെ മാറുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേ ഇവർ എഴുതിയിട്ടുണ്ട് MoOS 3.0.0 80p എന്ന് എഴുതിയാണ്. 1.04 GB ഫയൽ സൈസും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുത്ത് നോക്കാം. ഇതിലുള്ള eSIM വെച്ച് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ, അതോ എന്തെങ്കിലും വൈഫൈ കൊടുക്കണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ഈ 4 മിനിറ്റ് 24 സെക്കൻഡ് കൊണ്ട് 1 GB ഡൗൺലോഡായി തീരുമെന്ന് പറഞ്ഞത്. നല്ല ഫാസ്റ്റ് ആവുള്ള ഇതിനകത്ത് സിമ്മ്. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. 6.35 ആയി. എങ്കിലും കുഴപ്പമില്ല. 6 മിനിറ്റ് കൊണ്ട് 1 GB തീരുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വൈഫൈയുടെ ഒക്കെ സ്പീഡ് തന്നെ കിട്ടുന്നുണ്ടല്ലോ. ടൈം മാറുന്നുണ്ട് കേട്ടോ. 14 മിനിറ്റ് 39 മിനിറ്റ്. നമ്മൾ ആദ്യം ഒരു പറ്റിച്ചതാണോ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ഡേറ്റ് ആക്കുന്ന ടൈമിൽ നിങ്ങൾ മിനിമം ഒരു 90% ചാർജ് പോട്ടെ, 80% മിനിമം ചാർജ് നിങ്ങൾ ചെയ്തിരിക്കണം.
ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോകും, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി അപ്ഡേറ്റ് പകുതി വെച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഷോറൂമിൽ നിന്ന് ആൾ വിളിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫുൾ ചാർജ് ആക്കാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 80% ചാർജെങ്കിലും വേണം. ഇതിപ്പോൾ 86% ചാർജ് ഉണ്ട്. ഞങ്ങൾ 90 എടുത്തുകൊണ്ട് വന്നത് ഇവിടെ, പിന്നെ വന്നപ്പോൾ ആ ഒരു കുറച്ച് ചാർജ് തീർന്നു. അപ്പോൾ ഇതേ നമ്മുടെ അപ്ഡേറ്റ് ഒരു 80% ആയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് നടക്കുന്ന ടൈമിൽ ഇവിടെ താഴെ കണ്ട താഴെ ഈ ഒരു ഡൗൺലോഡിങ് ബട്ടൺ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നോക്കിയാൽ മതി. നിങ്ങൾ വണ്ടി ജസ്റ്റ് ഓഫായി ഓണാ ടൈം ആയാൽ പോലും ഇതിൻ്റെ ഇടയിൽ വണ്ടി ഒന്ന് ലോക്കായി പോകുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതവിടെ കിടന്ന അപ്ഡേറ്റ് ഡൗൺലോഡ് ആയിക്കോളും. ആ ഡൗൺലോഡ് ആവുന്ന ടൈമിലൊരു ഡൗൺലോഡിൻ്റെ ചിഹ്നത്തിൽ നോക്കിയാൽ മതി അത് ഡൗൺലോഡ് ആവണ്ടോ എന്നുള്ളത്. ഈ പേജിൽ വന്നില്ലെങ്കിലും നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഈ സിമ്മ് നമ്മളിപ്പോൾ 11:50 നമ്മൾ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 9 മിനിറ്റായി. 9 മിനിറ്റും കൊണ്ട് നമുക്കൊരു 80% കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ടൈം എടുക്കും എന്നുള്ളത് കൂടി നോക്കാം അതിനകത്ത്. അപ്പോൾ അതവിടെ കിടന്നാവട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ അപ്ഡേറ്റ് തീരാണ് കേട്ടോ. ഏകദേശം ഒരു 12 മിനിറ്റ് കറക്റ്റ് നമുക്ക് എടുത്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ആകാൻ. 1 GB ഡൗൺലോഡ് ആവാനായിട്ട് ഈ സിം വെച്ചിട്ട് 12 മിനിറ്റ്, അതായത് വണ്ടിയുടെ ഒപ്പം തന്നേക്കുന്ന സിം വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ബഗ്, ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ബഗ്ഗുകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒരു റിവ്യൂ വീഡിയോ ചെയ്യണത്. നമ്മൾ 1000 കിലോമീറ്റർ ആയിട്ട് ചെയ്യാനാണ് ഇരുന്നായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഞാൻ പറയാം കറക്റ്റ് നമുക്കിപ്പോൾ ലോക്കായി. ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ 1000 കിലോമീറ്റർ ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ്. ഇപ്പോൾ 986 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളോട് കൂട്ടിയിട്ട് നമുക്കത് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമുക്ക് പോയിട്ട് സെറ്റിങ്സിൽ പോയി അത് ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ കൊടുത്തിട്ട് എന്താ സംഭവിക്കണേ നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഗെറ്റ് റെഡി ടു ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് എടുക്കും ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വണ്ടി ഓടിക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ മൊബൈൽ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട. ഈ ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ചാർജ് ഉണ്ടാവണം വണ്ടിയുടെ അകത്ത്. അപ്പോൾ ഇതെന്തായാലും കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. ഒരു 30 മിനിറ്റ് പോവും. അപ്പോൾ നമുക്ക് ആ ടൈമിൽ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. അപ്ഡേറ്റ് ഒന്ന് 90% ഒരു 100% അടുത്ത് എത്തട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ, ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ചാർജ് കുറവാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഫുള്ളാക്കുക. മിനിമം 80% എങ്കിലും ചാർജ് ഉള്ള ടൈമിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുക. കാരണം അപ്ഡേറ്റൊക്കെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞ് ഓഫായി കഴിഞ്ഞാൽ ഫോണൊക്കെ പോണ പോലെ ബ്രിക്കാവും. ഫോണിന് ബ്രിക്കാവുന്ന ഒരു വിഷയമുണ്ട്. ഇത് അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാർജുള്ള ടൈമിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ പിന്നെ ഷോറൂമിൽ നിന്ന് ആളെ വിളിക്കലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ചാർജുള്ള, ഫുൾ ചാർജ് ആണെങ്കിൽ ഫുൾ ചാർജ് മാക്സിമം, ഫുൾ ചാർജ് ഇല്ലെങ്കിൽ 80% മിനിമം ഉണ്ടാവണം. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് കഴിഞ്ഞ് സ്ക്രീൻ ഓഫായിട്ടുണ്ട്. ഇനി ഓണായി വരുന്നില്ലല്ലോ. ബട്ടൺ ഞെക്കി ഓണാക്കേണ്ടി വരുമോ? നമുക്കൊന്ന് വെയിറ്റ്. ഓക്കെ, ഓലയുടെ ചിഹ്നം വന്നു. വന്നിട്ട് സാധനം വന്നിട്ട്. യെസ്, വെരിഫൈങ് ഇൻസ്റ്റാളേഷൻ. ഇറ്റ്സ് ടേക്സ് എ ഫ്യൂ മിനിറ്റ്സ്. വീണ്ടും നമ്മൾ പോസ്റ്റ്. നേരത്തെ ഒരു 1 മണിക്കൂർ പോസ്റ്റ് വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ പോസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, നമുക്ക് ഡൗൺലോഡ് ആയിരിക്കുന്ന ടൈമിലൊക്കെ വണ്ടി ഓടിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അപ്ഡേറ്റ് ആവുന്ന ടൈമിൽ വണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ഇട്ടിടലും വയ്ക്കണം. അപ്പോൾ നിങ്ങൾ തണലുള്ള സ്ഥലത്തിരുന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. വെയിലത്തേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനും ബാറ്ററി ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത്രയും ടൈം നമ്മൾ വണ്ടി ഓണായിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ പാർക്ക് മോഡിലിട്ട് ഓഫ് ചെയ്ത് വയ്ക്കുകയല്ല, ഓണായി തന്നെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടാവാതെ എവിടെയെങ്കിലും തണലുള്ളിടത്ത് തന്നെ വണ്ടി ഒതുക്കി നിർത്തിയതിന് ശേഷം സൈഡ് സ്റ്റാൻഡ് ഇട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. ഈ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ സ്ക്രീൻ ഗാർഡ് നല്ലതാണോ, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി തരാം. സ്ക്രീൻ ഗാർഡ് നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീൻ ഗാർഡ് തന്നെയാണ്. നമുക്ക് കറക്റ്റ് ഫിറ്റുമാണ് ഈ സാധനം. അപ്പോൾ അതേ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഞാൻ ജിഫിനിലേക്ക് കൊടുക്കട്ടെ. പാസ്വേഡ് അടിച്ച് OS 3 അപ്ഡേറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. വാ, ദേ ഫസ്റ്റ് തന്നെ വന്നത്. അതേ നമുക്ക് മൂവ് OS 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിനകത്ത് വാട്ട്സ് ന്യൂ നമുക്ക് കൊടുക്കാം. വാട്ട്സ് ന്യൂ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ട്. കേട്ടോ, നല്ലൊരു മ്യൂസിക്കോടുകൂടിയൊക്കെ തന്നെയാണ് അല്ലേ എന്തൊക്കെ ഉള്ളതെന്നുള്ളത് പറയുമ്പോൾ. വിൻറ്റേജ് അങ്ങനെ 2-3 മൂഡ്സ് ഉണ്ട് അതിനകത്ത്.
പ്രോക്സിമിറ്റി ആംഗിൾ ഓഫ് ഉണ്ട്. ശരിയാവുക അത് പറയാത്തൊരു സാധനമാണ് ഹിൽ ഹോൾഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അപ്ഡേറ്റിൽ വന്നേക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഫുൾ എന്ത് കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളുള്ളതെന്നുള്ളത്. ഇത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, നമ്മൾ ആദ്യത്തെ സ്വൈപ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ രണ്ടാമത്തെ സ്വൈപ്പിൽ സെയിം തന്നെ, മൂന്നാമത്തെ സ്വൈപ്പിലും സെയിം തന്നെ. ബാക്കി വേറെ കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. നമുക്കപ്പോൾ ഇനി എന്താ നോക്കണ്ടേ, ഓൾ സെറ്റിങ്സ് നോക്കാം. ഓൾ സെറ്റിങ്സിൽ ഒരു ഓട്ടോ എന്നുള്ള ഓപ്ഷൻ ആഡ് ആയിട്ടുണ്ട്. അതായത് ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് സെലക്ട് ആവാനുള്ളത്. നേരത്തെ കണ്ടില്ലായിരുന്നു, ലൈറ്റും ഡാർക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യണത് മോഡ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡ്സ് എക്ലിപ്സ് ഉണ്ട്, ഒരു ബോൾട്ട് ഉണ്ട്, പിന്നെ ഒരു വിൻറ്റേജ് ഉണ്ട്. നമുക്ക് വിൻറ്റേജ് ഒന്നിട്ട് നോക്കാം. വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും സംഗതി. നമ്മുടെ പഴയ വണ്ടികൾ, ആ ഒരു പഴയ സ്കൂട്ടറിൻ്റെയൊക്കെ ഒരു മോഡലുള്ള സാധനം. പിന്നെ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്രാഫിക്സൊക്കെ വന്നിട്ട് ഒരു അഡ്വാൻസ് ടെക്നോളജി മോഡിലേക്ക് വന്നൊരു ഐറ്റം. അതും ഡയലൊക്കെ തന്നെ വരുന്നത്. അത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. പിന്നെ എക്ലിപ്സ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് തോന്നുന്നുണ്ടോ. നമുക്ക് വിൻറ്റേജ് ഒന്ന് അപ്ലൈ ചെയ്യാം. വിൻറ്റേജ് അപ്ലൈ ചെയ്യാനായിട്ട് താഴെയോടെ അപ്ലൈ കൊടുത്താൽ മതി. എടുത്തിട്ട് വിൻറ്റേജ് കൊള്ളാം കേട്ടോ. വിൻറ്റേജ് നല്ല രസമുണ്ട് സംഗതി. ഇതിലൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് നമ്മുടെ ആ ഹോം സ്ക്രീൻ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി നമുക്കിവിടെ വണ്ടി നമ്മൾ ഓൺ ചെയ്യുന്ന ടൈമിൽ അടിപൊളി ഒരു ഗ്രാഫിക്സ് കൊടുക്കുന്നുണ്ട്. അതിൽ സൗണ്ടോടുകൂടി നല്ല രസമുള്ള സൗണ്ട്. ഒരു വണ്ടി സ്റ്റാർട്ടാണ് ഒരു സൗണ്ട്. ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. കണ്ടോ, ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്, അത് രസമായിട്ടുണ്ട് സംഗതി. നമുക്കേ ഒന്നും കൂടിയും ആദ്യം തൊട്ടുള്ള സെറ്റിങ്സ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഉള്ളത് സൗണ്ട് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇതിന് ഒരു സാധനമുണ്ട്, മൂഡ് സൗണ്ട്. കേട്ടോ വണ്ടിയുടെ സൗണ്ട് കേട്ടാ. ആ റൈഡ് ചെയ്യുന്ന ടൈമിൽ ഈ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. കൈ കൊടുക്കാനനുസരിച്ച് നല്ല വിൻറ്റേജ് വണ്ടിയുടെ സൗണ്ട് തന്നെയുണ്ട്. നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് വേറൊരു സൗണ്ടാക്കി നോക്കാം. ഇത് മാറിയിട്ട് നമുക്ക് ബോൾട്ടാക്കാം. ബോൾട്ടിന് എന്താ വ്യത്യാസം വേണ്ടി നോക്കാം. ബോൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ്. അതുപോലത്തെ കുറച്ച് സൗണ്ടും കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇലക്ട്രിക് വണ്ടിക്ക് സൗണ്ടില്ല എന്നുള്ള പ്രശ്നം നമുക്ക് മാറ്റാം.
അത് നല്ലൊരു ഓപ്ഷൻ തന്നെ എന്തായാലും ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മോഡ് നമുക്ക് വിൻറ്റേജ് തന്നെ ആക്കിയിടാം. വിൻറ്റേജ് മോഡിൽ തന്നെ കിടക്കട്ടെ. വിൻറ്റേജ് മോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വിൻറ്റേജ് മോഡിലെ സൗണ്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു മൂഡ്സിൻ്റെ കാര്യങ്ങൾ ചേഞ്ച് വന്നേക്കുന്നത്. നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഓൾ സെറ്റിങ്സ് തന്നെ വന്ന് പോയിട്ട് സൗണ്ട് സെറ്റിങ്സ് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. സൗണ്ട് സെറ്റിങ്സിൽ സിസ്റ്റം സൗണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈ മൂഡ് സൗണ്ട് ഉണ്ട്. നമുക്ക് എന്തോരം വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് ലൈറ്റ്സിൽ വ്യത്യാസം വന്നേക്കുന്നതാണ്. ഇനി സേഫ്റ്റി ലൈറ്റ്, ഇതെന്താ കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് വണ്ടി കുറച്ച് ഓടിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത റിവ്യൂവിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കി പോവാം. സേഫ്റ്റി ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സേഫ്റ്റി ലൈറ്റ്സ് പാർക്ക് ചെയ്ത് ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ഹസാർഡ് ഒന്ന് കാണിച്ചു കൊടുത്തേ. പാർക്ക് ചെയ്തിരിക്കുന്ന ടൈമിൽ ഹസാർഡ് ലൈറ്റ് പോലെ തന്നെ നമുക്ക് മിന്നിക്കൊണ്ടിരിക്കും 2 ഇൻഡിക്കേറ്ററും. അതാണ് സേഫ്റ്റി ലൈറ്റ്. നമ്മൾ പാർക്ക് മോഡിലായിരിക്കും. പാർക്ക് മോഡ് മാറിക്കാൻ നേരത്തെ അത് വ്യത്യാസം വരും. പിന്നെ ഉള്ളത് നമ്മുടെ ഹാലോ ലാമ്പ് ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ഹാലോ ലാമ്പ് എവറി ടൈം സ്കൂട്ടർ ഈസ് അൺലോക്ക് ആവുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ റണ്ണിങ് ലാമ്പ് വർക്ക് ചെയ്യണ പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ റിംഗ് ലൈറ്റ് നമ്മൾ ആദ്യം സ്വിച്ച് ഞെക്കി പിടിച്ച് വേണമായിരുന്നു അത് ഓണാക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പാർക്ക് മോഡിൽ നിന്ന് വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ആ സാധനം വരും. അത് കാണിച്ചു കൊടുത്തേ. പണ്ട് നമുക്കിത് വരലായിരുന്നു. ഇപ്പോൾ ഈ ലൈറ്റ് എപ്പോഴും ഓണായിരിക്കും. നമ്മളെപ്പോൾ വണ്ടി അൺലോക്ക് ചെയ്യണോ ആ ടൈമിൽ തൊട്ട് ഇത് ഓണാവും. സാധാരണ നമുക്കിവിടെ സ്വിച്ച് ഞെക്കി പിടിച്ച് വേണമെന്ന് അത് ഇനേബിൾ ചെയ്യാനായിട്ട് ആ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് റൈഡിങ്. അതൊരു ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വന്നേക്കുന്നത്. നമുക്ക് ബ്രേക്കിൽ നിന്ന് നമുക്ക് എനർജി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഗതി. അതിൻ്റെ ഹൈ ഇടുകയാണെങ്കിൽ നമ്മൾ വണ്ടി എപ്പോൾ സ്ലോ ചെയ്യണോ ബ്രേക്ക് അപ്ലൈ ചെയ്യണോ ആ ടൈമിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ചാർജ് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. അത് കുറച്ച് നല്ലൊരു ഓപ്ഷൻ തന്നെ. നമ്മൾ ബ്രേക്ക് കൂടുതൽ പിടിക്കുന്ന ടൈമിൽ നമുക്ക് കൂടുതൽ എനർജി കിട്ടും. അങ്ങനെ ബ്ലോക്കിൽ നിന്നൊക്കെ പോകാൻ നേരത്ത് നമുക്ക് അത് വെച്ച് നമുക്ക് കുറച്ച് കിലോമീറ്റർ കൂടി കൂടുതൽ ഓടാനുള്ള ഓപ്ഷൻ കിട്ടും. അതുണ്ട്. പിന്നെ വെക്കേഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് നാൾ നമ്മളില്ല പുറത്ത് എവിടെയെങ്കിലും പോവാണ്, 1 മാസമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെക്കേഷൻ മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് 200 ദിവസത്തേക്ക് വണ്ടി ലോക്ക് ചെയ്യണം. 200 ദിവസത്തേക്ക് അതിൻ്റെ ചാർജ് നമ്മളവിടെ ബാറ്ററി സേവ് ചെയ്ത് വയ്ക്കും. അതായത് ഫുള്ള് നിൽക്കും എന്നെനിക്ക് തോന്നല്ല, കുറച്ചൊക്കെ പോകുമായിരിക്കും, എങ്കിലും ഡെഡ് ആവാതെ നമ്മൾ സേവ് ചെയ്യുന്നത്. പിന്നെ പാസ്കോഡിൻ്റെ ഓപ്ഷനിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അതിൻ്റെ ആപ്പ് വഴിയാണ്, ഇലക്ട്രിക് ആപ്പ് വഴിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ് വെർഷൻ 3 ആയിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എബോട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി അതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ. അതിലൊന്നും പ്രത്യേകിച്ച് പുതിയ അപ്ഡേറ്റ് ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനിൽ നമുക്ക് അവൻ്റെ ഫോണായിട്ടൊന്ന് പെയർ ചെയ്തിട്ട് പാർട്ടി മോഡ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഇത് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഓല ഇലക്ട്രിക്കിൻ്റെ നിങ്ങളുടെ മൊബൈൽ ആപ്പില്ലേ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണോട്ടോ. അപ്പോൾ ഈ OS 3യുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റിലേ വരുള്ളൂ. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്താലേ അതിനകത്ത് കാണിക്കുള്ളൂ ഈ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു പാട്ട് വെച്ചിട്ട് നമുക്ക് പാർട്ടി മോഡ് എങ്ങനെയാണ് സംഗതി എന്ന് നോക്കാം. അതിപ്പോൾ വലിയ കാര്യമായിട്ട് അറിയാൻ പറ്റില്ല. അതൊന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് സംഗതി. ഇതേ അവൻ്റെ മേത്ത് ലൈറ്റ് അടിക്കണുണ്ടോ. അതിൻ്റെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡബിൾ ടാപ്പ് ചെയ്യണം. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പാർട്ടി മോഡ് എൻഡായിട്ടുണ്ട്. അപ്പോൾ ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ വരും പാർട്ടി മോഡ് ആക്ടിവേറ്റഡ്. ആ ടൈമിൽ ഇതുപോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് ഈ സാധനം ബ്ലിങ്ക് ചെയ്യും. നമുക്കത് ഓഫ് ചെയ്യണമെങ്കിൽ ഒരു ഡബിൾ ടാപ്പ് മോഡ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി മോഡ് എൻഡഡ് ആ ടൈമിൽ ഉണ്ടാവില്ല.
അപ്പോൾ നമ്മൾ ഈ സംഗതി കറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് രാത്രി ഞാൻ കാണിച്ചു തരാം, അടുത്ത റിവ്യൂ വീഡിയോ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു റീലായിട്ട് ഇത് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നേക്കുന്ന കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈമിലേക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് വണ്ടിക്ക് റേഞ്ച് സ്പീഡ് കൂടുതലുണ്ടോ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നത് എക്കോ മോഡിൽ 43 കിലോമീറ്റർ നമുക്ക് മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത്. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവുമായിരിക്കും. ബാക്കിയുള്ള അപ്ഡേറ്റിൽ വന്നേക്കുന്ന വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് തുടങ്ങുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എക്കോ മോഡിൽ 43 മാക്സിമം കിട്ടിക്കൊടുക്കുന്ന റേഞ്ച് അല്ല അതിൻ്റെ സ്പീഡ്. അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ടോപ്പ് സ്പീഡ് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഓടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. പിന്നെ നമ്മുടെ പാർട്ടി മോഡ് നമ്മൾ എന്തായാലും ഒരു നൈറ്റ് എടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം അടിപൊളിയായിരിക്കും. ആ ബീറ്റിനനുസരിച്ചുള്ള മ്യൂസിക്കും കാര്യങ്ങളും അത് അവരുടെ പരസ്യത്തിൽ തന്നെ നല്ല രസമാണ് സംഭവം കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്കിപ്പോൾ 900 എത്ര കിലോമീറ്റർ ആയിട്ട് ഇപ്പോൾ 986 കിലോമീറ്റർ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ 1000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം. അത് ഈ തൊട്ടടുത്ത ദിവസം തന്നെ റിവ്യൂ പുതിയ OSൻ്റെ അപ്ഡേറ്റിൽ വന്നേക്കുന്ന വ്യത്യാസങ്ങളെല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് ചെയ്യാം. വണ്ടിയുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, വണ്ടി ആർക്കൊക്കെ ഉപകരിക്കും, എടുക്കേണ്ടത് ആരാ, എടുക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ എക്സ്ട്രാ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് ഷെയറൊക്കെ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് തരാം. കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും.